ഇന്ന് കേരളത്തിലെ പല വീടുകളിലും കാണുന്നൊരു കാഴ്ച. തൻ്റെ മനോഹരമായ ഗ്രാമം വിട്ട് പഠനത്തിനായി ആദിത്യൻ ഒരു വിദേശയാത്രയ്ക്കൊരുങ്ങുകയാണ്. ഇത്രയും പെട്ടെന്ന് തിരിച്ചു പറഞ്ഞടാ മോനെ നീ. എന്താ അമ്മേ, ഞാൻ വേഗം നീ വരത്തില്ലേ? കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഞാനിങ്ങി വരും. അമ്മ ആ കണ്ണ് തുടയ്ക്കും. കടവും വിലയൊക്കെ നിന്റെ ആഗ്രഹം നടക്കട്ടെ. രാഹുകാലത്ത് മുമ്പ് ഇറങ്ങാൻ നോക്കുന്നു. എന്താ രാജേഷേ നീയും കൂടെ വിമാനത്താവളം വരെ പോവാൻ? അവരുടെ ഒരു ഗ്രൂപ്പ് പറഞ്ഞേക്കാം. നമ്മൾ ഈ ചേരിലും ചെളിയിലും ഒക്കെ കഴിഞ്ഞിട്ട് അവരുടെ കൂടെ. അവൻ മിടുക്കനാ, അവനൊന്ന് പഠിച്ചു വന്നോട്ടെ. നിന്റെ ഈ അഭിമാനക്കേടൊക്കെ അങ്ങ് പമ്പ കിടക്കും. അഭിമാനക്കേടൊന്നും ഇല്ല ചേട്ടൻ, ഇംഗ്ലീഷ് അത്ര വശമില്ല. പിന്നെ മാഡത്തിന് ഭയങ്കര വശമല്ലേ, ഒന്ന് പൊക്കോണം. കണ്ണിനെ കൈ കാണിച്ചാണക്കാകാതിരുന്നാ മതിയായിരുന്നു. കരുനാക്ക് ഉളച്ചൊന്നും പറയാതെ എൻ്റെ പെങ്ങളെ. ചെന്നിട്ട് വേണം തൂമ്പ് തുറക്കാൻ. അവനോട് അങ്ങോട്ടൊന്ന് വരാൻ പറ. ഞാൻ പറഞ്ഞു നോക്കാം. ജനിച്ച മണ്ണിൻ്റെ മണം പേറിയെത്തിയ ആദിത്യൻ വിദേശത്ത് തൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നത് വലിയ ഉത്സാഹത്തോടെയാണ്. അച്ഛനും അമ്മയും നടത്തുന്ന ജീവിത സമരങ്ങളാണ് അവനെ ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കുന്നത്. ഹലോ, എൻ്റെ മോനെ, ഇവിടെ ഒരാൾക്ക് ഊണുമില്ല ഉറക്കവും ഇല്ല. കട്ടിലിനടിയിൽ ഫോൺ വെച്ച് കിടക്കരുതെന്ന് പറഞ്ഞ ആള് ഇപ്പൊ തലേനടിയിലാ ഫോൺ വെച്ച് കിടപ്പ്. ശരിയമ്മേ, ഞാൻ വിളിച്ചോളാം. അല്ല പിന്നെ വേണം കുറെയൊക്കെ. ദിവസങ്ങൾ മാസങ്ങൾക്ക് വേണ്ടി വഴിമാറുമ്പോൾ, മാസങ്ങൾ വർഷങ്ങൾക്കുള്ള ഏണിപ്പടികളായി തീരുമ്പോൾ നമ്മുടെ ആദിത്യനും ആ പടവുകൾ കയറിക്കൊണ്ടിരുന്നു. അവൻ്റെ മുന്നിലെ ലോകം ചെറിയ പാടവരമ്പത്ത് നിന്ന് സ്ട്രീറ്റുകളിലേക്കും ക്യാമ്പസിലേക്കും മോളുകളിലേക്കുമൊക്കെ വികസിച്ചപ്പോൾ ഓർമ്മയിലെ അവൻ്റെ കുഞ്ഞു വീടും അവിടെയുള്ള 2 മനുഷ്യജന്മങ്ങളും മറവിയുടെ മാറാപ്പിലേക്ക് മാറിത്തുടങ്ങിയോ? ഇങ്ങോട്ട് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കുന്ന ഒരു ഫോൺ വാങ്ങണമെന്നിട്ട് എത്ര നാളായി. ഞാനൊന്ന് അണ്ണനെ കാണാൻ പോട്ടെ. അണ്ണൻ്റെ കയ്യിൽ ഒരു പുതിയ സ്മാർട്ട് ഫോൺ ഉണ്ട്. റൂബി, ചേച്ചി പൈസ. ഓരോന്ന് ആലോചിച്ചിങ്ങ് മറന്നുപോയി. അണ്ണാ, എന്താടി വിശേഷിച്ച്? അവനെന്തി? എന്താടി, എന്ത് പറ്റി? പ്രേമേ, പ്രേമേ. അപ്പച്ചി, ആയത്തിന് എന്തുണ്ട് വിശേഷം? ഇതാ അവളൊന്ന് കാറ്റ് കൊള്ളട്ടടാ. അണ്ണാ, അവനെ കുറിച്ചൊരു വിവരമില്ല. അവിടെ എന്തൊക്കെയോ ബഹളങ്ങളാണെന്ന് കേൾക്കുന്നുണ്ട്. അവനെ ഒന്ന് വിളിക്കാനായിട്ട് ഒരു മാർഗവും ഇല്ല. അതിനിപ്പോ ഇന്റർനാഷണൽ കോൾ വിളിക്കാൻ പറ്റുമോ? അതിനാണോ പാട്? വാട്സാപ്പിൽ വിളിച്ചാ പോരെ. ആ നമ്പർ ഇങ്ങനെ. എന്നിട്ട് രാജേഷ് എന്ത് ചെയ്യേ? എന്നാ കിട്ടി, സ്പീക്കറിലാ പറഞ്ഞോ. ഹലോ, സ്വാമി മാമനാടാ. നിനക്കവിടെ സുഖമാണോ? ഓ, സ്വാമി അങ്കിൾ. അതെ അതെ, സ്വാമി അങ്കിൾ. എടാ, നിന്റെ അമ്മ കരഞ്ഞ് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരുന്നു. നീ വിളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഡിഗ്രി ഇപ്പോൾ കഴിയുമെങ്കിലേ ഞാനിപ്പോൾ അങ്ങനെ ആരെയും വിളിക്കാറൊന്നുമില്ല. ഓ, സമയമില്ലെന്ന്. ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകും. ഇവിടൊക്കെ അങ്ങനെ. അതിനിടയ്ക്ക് ഈ വിളിയും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല. അവരോട് പറയണം, ചീപ്പ് സെൻറ്റിമെൻറ്റ്സും കൊണ്ടൊന്നും ഈ ലോകത്ത് ജീവിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ ലോണിൻ്റെ കാര്യം ഓർത്താ ഇതെങ്കിൽ ഞാനത് അടച്ചോളാമെന്ന് അവരോട് അങ്ങ് പറഞ്ഞേക്കും. നീ അവിടെ തന്നെ. അല്ലാതെ പിന്നെ നമുക്കാരാങ്കിലാ ജോലി എടുത്ത് വെച്ചേക്കുന്നത്.
സർക്കാർ ജോലി വരുമോ? പ്രൈവറ്റിൽ ഇത്രയും ശമ്പളം കിട്ടുമോ? ജോലിക്ക് അപ്ലൈ ചെയ്ത പരീക്ഷയ്ക്ക് 5 വർഷം, പിന്നെ റിസൾട്ട് വരണമെങ്കിൽ 10 വർഷം. നല്ലൊരു കല്യാണം നടക്കുമോ? നല്ലൊരു ജീവിതം കിട്ടുമോ എന്നും ആ ചേറ്റിലും വരമ്പത്തും. ഞാൻ നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാം. മോളെ ഇതൊന്ന് മാറ്റി. ഇത് ആളായിടാ നിന്റെ ശബ്ദം കേട്ടിട്ട് നീ ഞങ്ങളെയൊക്കെ മറന്നു. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പണ്ട് ആരോ പറഞ്ഞത് എത്ര അന്വർത്ഥം. ചുമ്മാ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്താ നീ ഇപ്പൊ സംസാരിച്ച് ശരിയാകത്തില്ല. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. വെച്ചിട്ടു അണ്ണാ, എങ്ങനെ ഞാൻ ഇതൊക്കെ ചെന്ന് ചേട്ടനോട് പറയും? ഒന്ന് രക്ഷപ്പെടാൻ പോലും പറ്റാത്തത്ര ശത്രുക്കളാണ് ഞങ്ങളെന്ന്. നീ ഇപ്പോൾ ഇതൊന്നും ചെന്ന് അവനോട് പറയണ്ട. സമയമുണ്ടല്ലോ, നമുക്കെല്ലാം സംസാരിച്ച് ശരിയാക്കാം. ശരത്തെ, നീ അവളെ കൊണ്ടൊന്ന് ആക്കിയിട്ടോ. വേണ്ടണ്ണ, ഞാൻ നടന്നു പൊക്കോളാം. അങ്ങോട്ടിറങ്ങിയ ഏതെങ്കിലും കാലിയോട്ട കിട്ടും. എന്തായി പോയിട്ട്? ചോദിച്ചു കേട്ടില്ലേ എന്തായി പോയിട്ടെന്ന്? അവനെ വിളിച്ചു, സംസാരിച്ചു. എന്നിട്ട് എന്താ നിന്റെ മുഖത്തൊരു വാട്ടം? അവനെന്തെങ്കിലും പറഞ്ഞു? എന്നെ സുഖമാണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഒരുപാട് പഠിക്കാനുണ്ട് അവന്. അച്ഛനോട് പ്രത്യേകിച്ച് പറയണം, ഇനി വെയിലത്തൊന്നും അധികം നടക്കണ്ട, വെയിലൊന്നും കൊള്ളണ്ട, നമ്മുടെ കഷ്ടപ്പാടൊക്കെ അവൻ മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് നന്നായി കള്ളം പോലും പറയാൻ അറിയത്തില്ലല്ലോ. ബലിയിടാൻ പോലും ആരും ഉണ്ടാവില്ലല്ലോ. കുട്ടികളെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് +2 കഴിയുമ്പോൾ ചെയ്യാൻ പറ്റുന്ന വിദേശ കോഴ്സുകളെ പറ്റി പരിചയപ്പെടുത്തുവാനാണ് സാർ വന്നിരിക്കുന്നത്. സാർ, ഞങ്ങളുടെ സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വിദേശ യൂണിവേഴ്സിറ്റിയിലുള്ള കോഴ്സുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ഫാഷൻ, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ. നിങ്ങളുടെ ഭാവി ശോഭനമാക്കാൻ സാധിക്കുന്ന, നിങ്ങളുടെ ഭാവി വർണ്ണാഭമാക്കാൻ സാധിക്കുന്ന ഒരുപാട് കോഴ്സുകൾ. സാർ, എനിക്ക് പറയാമോ? ശരണി പറഞ്ഞു. ഇവിടുത്തെ കുട്ടികളെല്ലാം വിദേശത്ത് പഠിക്കണമെന്നും അവിടെ തന്നെ ജോലി ചെയ്യണമെന്നും അവിടെ തന്നെ സ്ഥിരമായി കഴിയണമെന്നും നിങ്ങൾക്ക് എന്താ വാശി? ഏതൊരു രാജ്യത്തെക്കാളും അധികം റിസോഴ്സസ് ഇവിടെ ഉണ്ടല്ലോ. അതൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ ഇവരെയെല്ലാം വിദേശത്തേക്ക് പറഞ്ഞുവിടാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമാണല്ലോ. എന്നാൽ ഈ കുട്ടികൾ അങ്ങോട്ട് പോകുമ്പോൾ മിച്ചമാക്കി പോകുന്ന അച്ഛനമ്മമാരെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരമ്മയെ ഞാൻ ഇന്നലെ കണ്ടു. അവരുടെ ഏക മകന് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലത്രേ. എനിക്ക് കേന്ദ്രത്തിനോടും കേരളത്തിനോടും ഒന്നേ പറയാനുള്ളൂ, ഈ കുട്ടികളാണ് നമ്മുടെ സമ്പത്ത്. സ്വന്തം നിധി മറ്റൊരാൾക്ക് അടിയറവ് വെച്ചിട്ട് കുട്ടികളെല്ലാവരും പലായനം ചെയ്യുകയാണെന്ന് വിലപിച്ചു നടക്കാതെ ഇനിയെങ്കിലും അവരെ ഇവിടെ പിടിച്ചു നിർത്താനും സംരക്ഷിക്കാനുമുള്ള മാർഗങ്ങൾ ആലോചിക്കണം നിങ്ങൾ. അതിന് രാഷ്ട്രീയ ചേരിതിരിവുകൾ ഒരു മാർഗതടസ്സമാകരുതെന്ന് മാത്രം. നമ്മുടെ കുട്ടികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെ ശുഭസൂചകമാണ്. യുക്രൈനെതിരെ ആക്രമണം ശക്തമാക്കി റഷ്യ. തലസ്ഥാനമായ കീവിൽ തുടർച്ചയായ മിസൈൽ ആക്രമണം നടന്നു. വിവരങ്ങളുമായി പ്രിൻസ് പാങ്ങാടൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു. പ്രാദേശിക സമയം രാവിലെ 8 മണിയോടെയാണ് ആക്രമണം ഉണ്ടായത്. കീവിന് സമീപം ഒരു ജനവാസ മേഖലയിലാണ് ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് തകർന്നിട്ടുണ്ട്. അതിനുള്ളിൽ നിന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നു. മോളെ, നീ ആ വാട്സപ്പിൽ ഒന്ന് ട്രൈ ചെയ്തില്ല? അല്ലേ വേണ്ട, അപ്പച്ചി ഒന്ന് വിളിച്ചു. രാജേഷേ, കാര്യങ്ങളൊക്കെ അപകടത്തിലാണല്ലോടാ. നമുക്കൊന്ന് അന്വേഷിക്കണ്ടേടാ. കുഞ്ഞിങ്ങോട്ട് വിളിച്ചാലുമോ? ഓ, അവനവിടെ കെട്ടിക്കീറിക്കാണ് ഒരു കുഞ്ഞുവാവ. അവൻ അച്ഛനും അമ്മയില്ലല്ലോ. ജനിച്ച മണ്ണിനോട് വെറുപ്പാണല്ലോ. ചേരും ചെളിയുമല്ലേ കുട്ടനാടി, പിന്നെ ചേരും ചെളിയുമല്ല. അത് മഞ്ഞ് പേയിക്കാൻ പറ്റുമോ?
മനുഷ്യൻ എവിടെ പോയാലും സ്വന്തം പേര് മറക്കരുത് പപ്പൻ ചേട്ടാ. നമ്മുടെ ചോറിന് പോലും ചിലപ്പോ ചേർത്ത പണമായിരിക്കും. നമ്മളത് അമർന്ന് കഴിക്കുന്ന പോലെ കഴിക്കണം. എങ്ങനെ ഒരു നല്ല മനുഷ്യനാകുകയുള്ളൂ. എനിക്കെന്റെ മോനെ അല്ല വേണ്ടത്, അവന്റെ നന്മയുള്ള മനുഷ്യനെയാണ് വേണ്ടത്. യുദ്ധത്തിൽ ജയപരാജയങ്ങൾ മാത്രമേ ഉള്ളൂ. ജീവനും കയ്യിൽ പിടിച്ചോടി രക്ഷപ്പെടാൻ വെമ്പുന്ന കുറേ മനുഷ്യരും. അങ്കിളെ, ആൻറ്റി അറിയില്ല മക്കളെ, അവൻ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. അതിനല്ലേ ആൻറ്റി ഞങ്ങൾ വന്നത്. ആദിത്യം വിളിച്ചിരുന്നു അങ്ങളെ. ഇന്നലെ വരെ സേഫ് അല്ലായിരുന്നു ഞങ്ങളെ. ഇപ്പോൾ സേഫ് ആരുടെ അടുത്തേക്ക് മാറിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി തിരിച്ചു വരാനുള്ള പ്ലെയിൻ അയക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ആദിത്യനുണ്ട്. അങ്കിളെ കരയാതെ. ഇത് മാത്രമല്ല, അവനൊരു സർപ്രൈസ് തരാൻ പറഞ്ഞിട്ടുണ്ട്. റിങ് പോകുന്നുണ്ട്. ഡാ കൊടുക്കട്ടെ. അച്ഛാ, എടാ മോനെ, സ്പീക്കറിലിട്. അച്ഛാ, മോനെ 2 ദിവസം എംബസിക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ അവർ വന്ന് പിക്ക് ചെയ്തോളൂ. പിന്നെ 1 ദിവസം ഞാൻ തിരിച്ചു വരുവാ അച്ഛാ. മോനെ അളിയാ, എന്റെ മോൻ. ഹലോ 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 അച്ഛാ, നെറ്റ് കട്ടാവുന്നുണ്ട് അച്ഛാ. അച്ഛാ അമ്മയോട് പറയണേ. ഹലോ 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 അച്ഛാ. മോനെ ഹലോ. ഞാൻ അന്വേഷിച്ചിരുന്നു. അവനുൾപ്പെടുന്ന ഒരു ടീം ഉടനെ ഇങ്ങെത്തും. ഇവരൊക്കെ അവന്റെ കൂട്ടുകാരാ. എനിക്ക് മക്കളെ നിങ്ങളോട് കാര്യം പറയാനുണ്ട്. നിങ്ങൾ പഠിച്ച് വലിയവരാകുമ്പോഴും ഈ പാവങ്ങളെ മറക്കരുത്. കാരണം ഇവരുടെ ചോരയും നീരുമാണ് നിങ്ങൾ. ഇനി നീ കരയണ്ട. അല്ലാതെ എല്ലാവർക്കും പോയൊരു ചായ കിട്ടും. അച്ഛാ, ഞങ്ങൾ കുട്ടികൾക്കും അതിനെക്കുറിച്ച് പറയാനുണ്ട്. പറഞ്ഞോളൂ. നിങ്ങളുടെ ചിന്തകളാണ് ഉണരേണ്ടത്. നിങ്ങൾക്കിത് മെസ്സേജായോ ബോറായോ തോന്നിയേക്കാം. ഞങ്ങൾക്ക് ഇത് ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളാണ്. അവയിൽ നിന്നുള്ള പാഠമാണ്. ആദ്യം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ശക്തിപ്പെടുത്തണം. അതിന് അടിസ്ഥാന സൗകര്യങ്ങളും ഗുണനിലവാരവും ഉയർത്തണം. പ്രൊഫഷണലുകളെ ഇവിടെ നിർത്തണമെങ്കിൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കണം. ഇന്ത്യയെ അത്യാധുനിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റുക. അതിനുവേണ്ടി ഗവേഷണത്തിനും നവീകരണത്തിനും കൂടുതൽ ഊന്നൽ കൊടുക്കണം. കരിയർ വികസനത്തിന് കൂടുതൽ പിന്തുണ കൊടുത്തുകൊണ്ട് അവരെ മടങ്ങി വരാൻ പ്രേരിപ്പിക്കുക. പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കാതിരിക്കാൻ നിയമത്തിന്റെ പഴുതുകൾ അടച്ച് അവർക്ക് കൂടുതൽ സുരക്ഷയേകുക. തിരികെ വരുന്ന പ്രൊഫഷണലുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ കണക്ട് ചെയ്യാനുള്ള നെറ്റ്വർക്കുകളും പ്ലാറ്റ്ഫോമുകളും രൂപീകരിക്കുക. ഇന്ത്യയിലേക്ക് വന്നാൽ ലഭിക്കുന്ന അവസരങ്ങളും നേട്ടങ്ങളും ഉയർത്തിക്കാട്ടുന്ന ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക. തീർന്നില്ല, ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഇതൊന്നും സർക്കാർ ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല. ഞങ്ങളെല്ലാവരും കൂടെ കൃഷി ഒരു ഉപജീവന മാർഗമായി എടുക്കാൻ പോകുന്നു. ഞങ്ങളുടെ നേതാവ് ആദിത്യൻ കുട്ടനാട്ടിലെ കൃഷിയെക്കുറിച്ച് ആദ്യം പഠിക്കുന്നു. പിന്നെ അതിൻ്റെ സാധ്യതകളും കൃഷിക്കാരെ സഹായിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ്. അതിലൂടെ കൃഷിയും കൃഷിക്കാരും നമ്മളും ഒരുമിച്ച് ജീവിക്കുന്നു. മറ്റെല്ലാത്തിലും ഉപരി ഭാരതത്തിന് വേണ്ടത് കർഷകരെയാണ്, അന്നദാതാക്കളെയാണ്. ഞങ്ങളത് തിരിച്ചറിയുന്നു. തിരിച്ചറിവുള്ളൊരു ജനത, അതാണ് ഏതൊരു രാജ്യത്തിൻ്റെയും ശക്തി. കുതിക്കട്ട ഭാരതം മുന്നോട്ട്. ജാതിമത വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ ഒരൊറ്റ ഭാരതം, ഒരുമയുടെ ഭാരതം. ജയ് ഹിന്ദ്.